ഡയറക്റ്റ് വിനുവിനെ വിളി. അച്ചാനെ ആടിയോ വേണ്ട. അച്ചാനെ ആടി. വിനു കട്ടാക്കുന്നേ. നോർമൽ കോളി. ആരോ വിളിക്കുന്നതാ സ്ക്രിപ്റ്റ്. വിനു ആരോ വിളിക്കുന്നത്. ഇനി വിനു എടുത്തില്ലെങ്കിൽ ഇത് ഉടായിപ്പാന്ന് മനസ്സിലായി. കാരണം ബിസി കാണിച്ചു ഓൾറെഡി. എല്ലാവരും കോട്ടിയാ 10 minutes left for vote. ഹലോ വിനു ബ്രോ, തൊപ്പിയാണോ? അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നോ? ഞാൻ കഴിഞ്ഞ പോലെ ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽ മാരാർ പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താണെന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു. വിനു പറഞ്ഞു പറഞ്ഞു. അതിനെന്ത് സത്യാവസ്ഥ? കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവിൽ ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ വിനു ഞാൻ കാര്യം ചോദിക്കാം. ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അച്ഛൻ ആണല്ലോ. അഖിൽ പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വിനു ബ്രോ. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് അഖിൽമാരാണ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം ജിൻഡോനെ തൊപ്പി സപ്പോർട്ട് ചെയ്തിരുന്നു. എന്റെ പേഴ്സണൽ ബന്ധങ്ങൾ വെച്ച് ഞാൻ അറിഞ്ഞ കാര്യം അത് പൈസ വാങ്ങിയിട്ട് തൊപ്പി ചെയ്തതാണ്. ഇങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾ അങ്ങോട്ട് അഖിൽ നിന്റെ പേരാന്ന് പറയുന്നത്. അഖിൽ പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. കേട്ടല്ലോ. ഈ അഖിൽ ഒന്നെങ്കിൽ ഞാൻ പറയാം, അഖിൽമാരെ രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് ഇപ്പൊ കളവ് പറഞ്ഞത്. അഖിൽമാരെ എക്സ്പോസ്ഡ് എല്ലാവരും പറയുന്നത്. അച്ഛൻ വിളിക്കുന്നത്. അച്ഛൻ ആയിട്ട് കോളില് ഒരു സെക്കൻഡ് വാട്സപ്പ് കോൾ തരോ. കേട്ടല്ലോ. കള്ളത്തരം, ഒച്ച കള്ളത്തരം. ഒരു സെക്കൻഡാ, ഒന്ന് അച്ഛനൊന്ന് നേടിട്ടാ. ഇയാളെല്ലാം ഇത്രക്കാരനാ? അച്ഛാ, കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ഇതാണ് അവസ്ഥ. അതായത് അഖിൽമാരാർ പറയുന്നത് വിനു പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയതാ പറയുന്നത്. അച്ഛൻ പറ. അത് പറഞ്ഞു കമന്റിൽ പറഞ്ഞ അച്ഛനായിരിക്കും പൈസ വാങ്ങിയെന്ന് പറയുന്നുണ്ട് കമന്റിൽ. ആ സമയം ഉണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല. അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല, പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം. അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ. ആ സമയത്ത് അച്ഛൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോ എങ്ങനെ ജയിപ്പിക്കണോടാ, ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും. അങ്ങനെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാവരും ജിൻഡോക്ക് വോട്ട് ചെയ്യുന്നു, ജിൻഡോ ജയിക്കുന്നത്. അതിനുശേഷം ജിൻഡോന്റെ ലൈവിലേക്ക് വരുന്നു. അന്നാണ് ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്നതും വിനുവിനെ പരിചയപ്പെടുന്നതും. അന്നാണ് എല്ലാം നടക്കുന്നത്. അതെ, സ്റ്റോറി അല്ലല്ല, ഞാൻ ഇട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചതായിരിക്കും. ആര് അച്ഛൻ പറഞ്ഞോ? അതെനിക്കറിയില്ല. എനിക്ക് ജിൻഡോ ലൈവിൽ വേണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ ജിൻഡോ ജയിക്കണമെന്ന് ഞാനവിടെ അതെനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ പറയുന്നത്. അല്ല, ശരിക്കും ഞാൻ എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. ശരിക്കും ഈ അഖിൽമാരാർ അനുമോളുടെ PR ആണോ? അവര് എന്തിനാ അനുമോളിൽ ഇങ്ങനെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാരും കൂടി കണ്ട് ഇപ്പൊ മലയാള ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരെ മനസ്സിലായിട്ട് കാര്യമാണ്. 3 മിനിറ്റ് കൂടി വോട്ട് ചെയ്യാൻ 2 മിനിറ്റ് എന്തായാലും ജയിക്കും. കാരണം ഇതെന്റെ ഈഗോ പ്രശ്നമാണ്. എന്റെ ഈഗോ അഖിൽമാരാർ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഈഗോ പ്രശ്നം അതിന്റെ അപ്പുറം ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ സർവേ ചെയ്യുന്ന ആൾ ജയിച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും. അല്ലാതെ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്ന ജയിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരെന്ന ലെവലിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിമ്പതി വോട്ടാണ്. അതല്ല വേണ്ടത്. നമുക്ക് ഒരു വിന്നർ ഗെയിമാണ്. 2 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മുടെ തൊപ്പി അങ്ങനെ ചെയ്യുന്നത് തൊപ്പിയുടെ ഒരു മിടുക്കാണ്, തൊപ്പിയുടെ ഒരു ഇതാണ്. തൊപ്പി അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു, അവർക്ക് എത്ര കാശ് പോലും കൊടുത്താലും കിട്ടാത്തൊരു PR ആണ് തൊപ്പി. അതെ, ഞാൻ 10 വയസ്സ് കൊണ്ട് ഫ്രീ ആയിട്ട് വെറും മനുഷ്യത്തിന്റെ പേരിലാണ് ഞാൻ PR ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞത്. അത് തൊപ്പിക്ക് നാളെ മനസ്സിലാവും അത് റോങ് ആയിട്ട് തൊപ്പി ചെയ്തു. നാളെ തൊപ്പി റിഗ്രറ്റ് ചെയ്യും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ അനീഷിനെതിരാണോ? അല്ല, അത് ഇപ്പൊ പിന്നെ മനസ്സിലാവും. അപ്പൊ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളെ അഭിപ്രായത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ സീക്രട്ട് ആയി പറഞ്ഞ പോലെ തന്നെയാണ്. ആരെയും സപ്പോർട്ട് ചെയ്യണം, തൊപ്പിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാം. അതെ, എന്റെ പേഴ്സണൽ താല്പര്യമാണ് ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ അതാണ് പറയുന്നത്. തൊപ്പിയുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും തൊപ്പിയുടെ ഇഷ്ടത്തിനെതിരെയോ തൊപ്പിയുടെ പിന്നെ നാളെ ഞാൻ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം അതങ്ങനെയാണ്. അല്ല, അതിന്റെ ക്ലിയർ ആയിട്ട് പറ. അത് നാളെ തൊപ്പി തന്നെ ഒരു ലൈവ് ചാറ്റിൽ വന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ശിവനെ ജയിപ്പിക്കണ്ടായിരുന്നു തൊപ്പി വന്ന് പറഞ്ഞിരിക്കും.
അത് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പ്രൊഡിക്ട് ചെയ്യും, അതിന് എന്തെങ്കിലും ഒരു കോൺടെക്സ്റ്റ് പറ. അത് തൊപ്പിക്ക് പല പ്രാവശ്യം അങ്ങനത്തെ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്, അതെനിക്കറിയാം. ഓക്കെ, ലൈഫിൽ പല തീരുമാനങ്ങളും ഞാൻ തെറ്റായിട്ട് എടുത്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഇതങ്ങനെ ചെയ്യുമെന്ന് പറയാനുള്ള കാരണം, ഇതങ്ങനെ റിഗ്രറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം ഈ ഒറ്റ മിനിറ്റുള്ളിൽ എല്ലാം തീരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്ര ഇപ്പൊ അനിമോൾക്ക് ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് ഒരു ദിവസം ഉണ്ടായ സപ്പോർട്ട് അല്ല, അത്രയും നെഗറ്റീവ് ഡീഗ്രേഡിംഗ് ഉണ്ടായി. ഞാൻ പറഞ്ഞു അനിമോളുടെ ഫാമിലി അനുഭവിച്ച സൈബർ ബുള്ളിംഗ് തൊപ്പിക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അനിമോളുടെ ചേച്ചിയുടെ നമ്പർ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വരാൻ വിനൂറ ഇപ്പോഴും ഇങ്ങനത്തെ ഈ ബിഗ് ബോസിലെ PR വർക്കുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓക്കെ അപ്പൊ ആയിക്കോട്ടെ നടക്കട്ടെ. അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഞാൻ അറിയട്ടെ. ഇപ്പൊ അഖിൽമാരോടായാലും ബ്രോനോടായാലും എനിക്കൊരു ദേശമില്ല. എന്റെ പേരിൽ വലിച്ച അയച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്, മനസ്സിലാവും? അല്ല, ഇതിലൊരു ഗെയിം സ്പിരിറ്റിൽ ഞാൻ എടുക്കും. അല്ല ഞാൻ പറയുന്നത് നിങ്ങളും അഖിൽമാരോട് അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഗെയിം സ്പിരിറ്റ്. ഇപ്പോൾ IPL നടക്കുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയും ഞാൻ കാണുന്നില്ല. അല്ലാണ്ട് ഇതെല്ലാം അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ്, അനിമോൾ ജയിക്കട്ടെ, നിങ്ങൾ ആഗ്രഹം നടക്കട്ടെ. ഞാൻ അനീഷ് ജയിക്കാനും ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, സി യു ബൈ ബ്രോ. ഓക്കെ, അച്ഛാ ലൈവ് കൊടുക്കണ്ട എപ്പോഴാ? 21 എന്തോ പറഞ്ഞല്ലേ പടം റിലീസ് എപ്പോഴാ? പടത്തിന്റെ ധീരം സിനിമ മലയാളം 21-ാം തീയതി. ഓക്കെ, കാണാം 21 ഞാൻ എത്തിക്കോളാം. ബൈ, സി യു. അപ്പൊ ഓനെന്തൊരു PR അല്ല. 2 മിനിറ്റ് അല്ല, ഞാൻ കാരണം വേണ്ട ഇതിന് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഇത് വെച്ചിട്ട് സംസാരിക്കണമെന്ന് എന്റെ അഭിപ്രായം. കാരണം ഇതൊരു ഗെയിം സ്പിരിറ്റിലാണ് ഞാൻ എനിക്കെന്തോരും ഞാൻ ബെറ്റ് ചെയ്യുന്ന പോലെ ഞാൻ കാണുന്നത്. അതായത് നമ്മൾ IPL ഒരു ടീമിനെ ബെറ്റ് ചെയ്ത് ആ ടീം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ വാശിയുണ്ട്. ആ ഒരു വാശി പോലെ ഞാനിത് കാണുന്നുള്ളൂ. അല്ലാണ്ട് അനീഷിനോട് എനിക്ക് ഏതോ അനീഷിനെ പൈസ വാങ്ങിയിട്ട് അങ്ങനെയൊന്നല്ല, മനസ്സിലാവും? എന്ന് വെച്ചാൽ ഇതൊരു വാശി, മനസ്സിലായി? ആദ്യം എനിക്ക് അനീഷിനോട് സിമ്പതി ആയിരുന്നു, ഇപ്പൊ എനിക്ക് ഒരു വാശിയാണ് അനീഷ് ജയിക്കണം എന്നുള്ളത്.